പ്രിയമുള്ളവരെ, JCB കൊണ്ട് കാട് വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് എത്രയോ മനുഷ്യർ നിന്നാൽ എത്ര ദിവസം കൊണ്ടാണ് ഒരു കാട് വൃത്തിയാക്കി വാഹനം തോണ്ടുന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ഈ JCB ഇപ്രകാരം മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് വർക്ക് ചെയ്തത്? ഇത് ദൈവത്തിൻ്റെ ബുദ്ധി മനുഷ്യനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. ദൈവം ഭൂമിയെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച സമയത്ത് മനുഷ്യർക്ക് ഭൂമിയുടെ മേൽ വാഴുവാൻ, സമുദ്രത്തിന് മേൽ വാഴുവാൻ, പറവജാതികളുടെ മേലും ഇഴജന്തുക്കളുടെ മേലും വാഴാനുള്ള അധികാരം കൊടുത്തു. അപ്പം മനുഷ്യർക്ക് ദൈവം കൊടുത്ത ബുദ്ധി ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടങ്ങളിൽ വളരെ അധികമായിട്ട് മനുഷ്യപ്രയോജനത്തിന് വേണ്ടി സാങ്കേതിക വിദ്യ ഇത്രത്തോളം വർദ്ധിക്കുകയും ഇത്രത്തോളം വിശാലമാകുകയും ചെയ്തു. 10-40 വർഷത്തിന് മുമ്പ് ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീട്ടിൽ 5-6 മൊബൈൽ ഫോണാണ്. അപ്പോൾ ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ദൈവം നമ്മെ അനുഗ്രഹിച്ചപ്പോൾ, മനുഷ്യനെ അനുഗ്രഹിച്ചപ്പോൾ ആവശ്യമായ ജ്ഞാനം കൊടുത്തു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആയതിനാൽ ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ, ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഉയരത്തിലെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവജ്ഞാനം തരും. നിങ്ങളുടെ ബിസിനസ്സുകളെ വിശാലമാക്കുവാൻ, നിങ്ങളുടെ അറിവുകളെ വർദ്ധിപ്പിക്കുവാൻ, നിങ്ങൾക്ക് നന്മയുടെ വാതിലുകൾ തുറന്നു തരുവാൻ, സമൃദ്ധിയുടെ വാതിലുകൾ തുറന്നു തരുവാൻ, വരുമാനം വർദ്ധിപ്പിക്കുവാൻ, കടബാധ്യതകൾ മാറുവാൻ, ഇതിനെല്ലാം ദൈവം ബുദ്ധി തരും. ആയതിനാൽ ആ ബുദ്ധി തരുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ശലോമോന് ദൈവം ബുദ്ധി കൊടുത്തപ്പോൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ വായിക്കാൻ കഴിയും. എത്രയധികമായി ദൈവം അവന് സമ്പത്ത് കൊടുത്തു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവൻ്റെ അതിരുകളെല്ലാം വിശാലമാക്കി. അവൻ്റെ തലമുറകളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. ആയതിനാൽ അനുഗ്രഹത്തിൻ്റെ അധിപതിയാകുന്ന സർവശക്തനാകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ തൊടുന്ന എല്ലാറ്റിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ തൊടുന്ന എല്ലാറ്റിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്ന് നീ ശ്രദ്ധയോട് എൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആയതിനാൽ അനുഗ്രഹത്തിലേക്ക് നടക്കുക, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക. എത്ര സമ്പത്ത് വർദ്ധിച്ചാലും, എത്ര നന്മകൾ വിശാലമായാലും ഒരിക്കലും മറക്കരുത്, ദൈവത്തെ ഒരു നാളും മറക്കരുത്, അവൻ്റെ തിരുവചനം ഒരു നാളും മറക്കരുത്. ഒരിക്കലും ഗർവ് നമ്മുടെ ഹൃദയത്തിൽ വരരുത്. ഒരിക്കലും നാം തന്നെത്താൻ ഉയർത്തരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.